Hi friends, today we are going to discuss about the topic anticholinergic agents or cholinergic receptor blocking agents. ആൻറ്റികോളിനർജിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻറ്റികോളിനർജിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുവാണ്. ആൻറ്റികോളിനർജിക്സ് മെയിനായിട്ടും ആൻറ്റി മെസ്കാരനിക് ആൻഡ് ആൻറ്റി നിക്കോട്ടിനിക് ഏജൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻറ്റി നിക്കോട്ടിനിക് ഏജൻസ് തന്നെ വീണ്ടും NN receptor blockers or ganglion blocking agents, NM receptor blockers or neuromuscular blockers ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആൻറ്റി മെസ്കാരനിക് ഏജൻസ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റികോളിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ ആൻറ്റി മെസ്കാരനിക് ഏജൻറ്റിൻ്റെ ക്ലിനിക്കൽ യൂസ് ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ കൂടി നോക്കാം. ദിസ് വൺ ഈസ് നാച്ചുറൽ ആൽക്കലോയിഡ് ഓർ ബെലഡോണ ആൽക്കലോയിഡ്. എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആൻറ്റികോളിനർജിക് ഡ്രഗ് ആയിട്ടുള്ള എട്രോപ്പിൻ, ദെൻ ഹയോസിൻ ഓർ സ്കോപ്പൊലമൈൻ. നെക്സ്റ്റ് അട്രോപ്പിൻ്റെ സിന്തറ്റിക് ആൻഡ് സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ്സ് ആണ്. അതിന് വീണ്ടും ആറായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. യൂസ് ബേസ് ചെയ്താണ്. സോ മിഡ്രിയാറ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോമട്രോപ്പിൻ, സൈക്ലോപെൻഡോലേറ്റ്, ട്രോപ്പിക്കാമൈൻ. COPD ഓർ ബ്രോങ്കിയൽ ആസ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ഇപ്രാട്രോപ്പിയം ബ്രോമൈൻ, ടൈട്രോപ്പിയം ബ്രോമൈൻ. പെപ്റ്റിക് അൾസറിന് യൂസ് ചെയ്യുന്ന പൈറൻസെപ്പിൻ, ടീലൻസെപ്പിൻ. ദെൻ ആൻറ്റിസ്പാസ്മോഡിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൈസൈക്ലോമിൻ, ഫ്ലേവോക്സേൻ, ടോൾടെറോഡിൻ, ഓക്സിബ്യൂട്ടൈനിൻ. പ്രീ അനസ്തറ്റിക് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോപൈറലേൻ ആൻഡ് പാർക്കിൻസോൺസിന് യൂസ് ചെയ്യുന്ന ബെൻസെക്സോൾ ഓർ ട്രൈഹെക്സിഫെനിഡാൽ, ബെൻസ്ട്രോപ്പിൻ ആൻഡ് ബൈപെരിഡിൻ. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആൻറ്റികോളിനർജിക്സിൻ്റെ ക്ലിനിക്കൽ യൂസ് പഠിക്കാനും എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആൻറ്റികോളിനർജിക് ഡ്രഗ്സിൻ്റെ ഫാർമക്കോളജിയാണ്. എട്രോപ്പിനാണ് പ്രോട്ടോടൈപ്പ് ഡ്രഗ്സ്. എട്രോപ്പിൻ്റെ ആക്ഷൻസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ആൻറ്റികോളിനർജിക് ഡ്രഗ്സിൻ്റെ പ്രോട്ടോടൈപ്പായിട്ടുള്ള എട്രോപ്പിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസിലേക്ക് പോകും. ഫസ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ആക്ഷനാണ്. ബ്രെയിനിലോട്ടുള്ള അട്രോപ്പിൻ്റെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷേ ഹയോസിൻ ഡിപ്രസൻ്റ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെഡുലറി സെൻറ്റേഴ്സ് ആയിട്ടുള്ള വേഗൽ, റെസ്പിറേറ്ററി, വാസോമോട്ടർ സെൻറ്റേഴ്സിനെ അട്രോപ്പിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന യൂസാണ് ആൻറ്റി മോഷൻ സിക്നസ്. അതായത് മോഷൻ സിക്നസ്സിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. മോഷൻ സിക്നസ് പറയുമ്പോഴേക്കും ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൊമിറ്റിംഗ് ഡിഫിക്കൽട്ടി. ദെൻ ട്രെമർ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പാർക്കിൻസോണിസത്തിന് യൂസ് ചെയ്യാം. ഹൈ ഡോസ് ഓഫ് എട്രോപ്പിൻ CNSൽ എത്തിക്കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ, റെസ്റ്റ്ലെസ്നെസ്, ഡിസ്ഓറിയൻറ്റേഷൻ, ഹാലൂസിനേഷൻ, ഡെലീറിയം ഫോളോഡ് ബൈ റെസ്പിറേറ്ററി ഡിപ്രഷൻ ആൻഡ് കോമ. ഇതായിരിക്കും എഫക്റ്റ്. നെക്സ്റ്റ് CVSലുള്ള എഫക്റ്റ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഹാർട്ട് നോക്കണം. അതോടൊപ്പം ബ്ലഡ് പ്രഷറിൽ എന്ത് എഫക്റ്റ് ആണെന്ന് നോക്കണം. ഹാർട്ടിലാണെങ്കിൽ ടാക്കിക്കാർഡിയാണ് റിസൾട്ട് ചെയ്യുന്നത്. പറഞ്ഞിരുന്നു ആസറ്റൈൽകോളിൻ M2 റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ആസറ്റൈൽകോളിൻ്റെ ആൻറ്റികോളിനർജിക് ആയിട്ടുള്ള ഡ്രഗ്സ് ആയിട്ടുള്ള അട്രോപ്പിൻ M2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് ടാക്കിക്കാർഡിയെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ബ്ലഡ് പ്രഷറിൽ എന്ത് ഇഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോളിനർജിക് ഇമ്പൾസസ് ബ്ലഡ് പ്രഷർ മെയിൻ്റനൻസിൽ വലിയ റോള് ഇല്ല. അതുകൊണ്ട് തന്നെ അട്രോപ്പിനും ബ്ലഡ് പ്രഷറിൽ മാർക്കഡ് ആയിട്ടുള്ളൊരു റൈസോ ഡിക്രീസോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ചെറിയ രീതിയിൽ ബ്ലഡ് പ്രഷർ റൈസ് ചെയ്യുന്നുണ്ട് അട്രോപ്പിൻ. കാരണം ഹാർട്ടിൽ ടാക്കിക്കാർഡിയ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് അട്രോപ്പിൻ ബ്ലഡ് പ്രഷർ ചെറിയ രീതിയിൽ റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഹിസ്റ്റാമിൻ്റെ റിലീസ് കൂടുന്നത് കൊണ്ടും ഡയറക്റ്റ് വാസോ ഡയലറ്റേഷൻ ആക്ഷൻ വരുന്നത് കൊണ്ടും ഹൈ ഡോസിൽ എട്രോപ്പിൻ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുന്നത് ഐയിൽ എന്ത് ആക്ഷനാണ് വരുന്നത്? പറഞ്ഞിരുന്നു ആസറ്റൈൽകോളിൻ ഐയിൽ മിയോസിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അട്രോപ്പിൻ ഐയിൽ മിഡ്രിയാസിസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൂടാണ്ടുള്ള എഫക്റ്റ് ലൈറ്റ് റിഫ്ലക്സസിന് എബോളിഷൻ സംഭവിക്കും. ദെൻ സൈക്ലോപ്ലീജിയ 7 to 10 days ലാസ്റ്റ് ചെയ്യുന്ന സൈക്ലോപ്ലീജിയ. എന്താ സൈക്ലോപ്ലീജിയ എന്ന് വെച്ചാൽ സീലിയറി മസിൽസ് ഓഫ് ഐ പാരലൈസ്ഡ് ആവുന്നു, അക്കോമഡേഷൻ ലോസ് ആവുന്നു. ലെൻസിന് കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരും. നിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ വിഷൻ ബ്ലേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ദാറ്റ് ഈസ് സൈക്ലോപ്ലീജിയ. ഇൻട്രാ ഓക്കുലർ ടെൻഷൻ റൈസ് ചെയ്യും ഐയിലെ അട്രോപ്പിൻ്റെ എഫക്റ്റായിട്ട്. ദെൻ സ്മൂത്ത് മസിൽസിലെ എഫക്റ്റ്. അസറ്റൈൽകോളിൻ സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ ആയിരുന്നു. സോ അട്രോപ്പിൻ സ്മൂത്ത് മസിൽസ് എല്ലാം M3 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്തിട്ട് റിലാക്സേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റൊമക്ക്, ഇൻഡസ്ട്രൈൻ ഇതിൻ്റെ എല്ലാം റിലാക്സേഷൻ സംഭവിക്കും. ആസ് എ റിസൾട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ദെൻ റെസ്പിറേറ്ററി ട്രാക്കിൽ ബ്രോങ്കോ ഡയലറ്റേഷൻ നടക്കും. ബ്രോങ്കോ ഡയലറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്
ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു ആസ്മയ്ക്കും COPDക്കും നമുക്ക് യൂസ് ചെയ്യാം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് COPD. സോ ബ്രോങ്കോ ഡയലറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ COPDക്കും ആസ്മയ്ക്കും നമുക്ക് അട്രോപ്പിൻ ഓർ അതർ ആൻറ്റി കോളിനർജിക്സ് യൂസ് ചെയ്യാം. അട്രോപ്പിൻ യൂറേറ്ററിലും യൂറിനറി ബ്ലാഡറിലും റിലാക്സേഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് യൂറിനറി റിട്ടൻഷൻ. ദെൻ ഗ്ലാൻസിൽ എന്താ ആക്ഷൻ? ഗ്ലാൻസിൻ്റെ എല്ലാ സെക്രീഷൻസും ഡിക്രീസ് ചെയ്യുന്നു. അസറ്റൈൽകോളിൻ എല്ലാ സെക്രീഷൻസും ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ സ്ലൂഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് വെച്ച് പറയായിരുന്നു. അട്രോപ്പിൻ എല്ലാ സെക്രീഷൻസും ഡിക്രീസ് ചെയ്യും. സ്വെറ്റ്, സലൈവറി, ലാക്രിമൽ സെക്രീഷൻ ഇതെല്ലാം ഡിക്രീസ് ചെയ്യും. M3 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്തിട്ടും. ഇത് കൂടാണ്ട് ആസിഡ് സെക്രീഷൻ, പെപ്സിൻ സെക്രീഷൻ, സ്റ്റോമക്കിലെ മ്യൂക്കസ് സെക്രീഷനും ഡിക്രീസ് ചെയ്യും. ഇനിയുള്ള എഫക്റ്റ് ബോഡി ടെമ്പറേച്ചറിലാണ്. ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അട്രോപ്പിൻ ഫീവർ ഉണ്ടാവുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി ടെമ്പറേച്ചർ അട്രോപ്പിൻ റൈസ് ചെയ്യും. ഹൈപ്പോതലാമസിൽ ടെമ്പറേച്ചർ റെഗുലേറ്ററിങ് സെൻറ്ററിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്. കൂടാണ്ട് സ്വെറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സ്വെറ്റിംഗ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടും ഹൈപ്പോതലാമസിൽ ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ടും അട്രോപ്പിൻ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കും. കൂടാണ്ട് ലാസ്റ്റ് ഒരു ആക്ഷൻ പറയുന്നതാണ് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ. മൈൽഡ് ആയിട്ടുള്ള ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ, എസ്പെഷ്യലി കോർണിയയിൽ അട്രോപ്പിന് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുന്നത് ഫാർമക്കോകൈനറ്റിക്സ് ആണ്. അട്രോപ്പിൻ റാപ്പിഡ്ലി GITയിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഐയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കോർണിയ ഈസിലി പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ബ്ലഡ് ബ്രെയിൻ ബാരിയറിലേക്കുള്ള എൻട്രി വളരെ പുവറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ലോ ഡോസിലൊന്നും CNS എഫക്റ്റ് ഉണ്ടാവാറില്ല. ദെൻ 50% ഓഫ് അട്രോപ്പിൻ ലിവറിൽ മെറ്റബലൈസ് ചെയ്യുന്നു. ബാക്കിയുള്ള 50% അൺചേഞ്ച്ഡ് ആയിട്ട് മെറ്റബോളിസം സംഭവിക്കാണ്ട് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നു. T half എന്ന് പറയുന്നത് 3 to 4 hours ആണ്.